Hello everyone. Today we are going to deal with the ulnar nerve. So ഇതിന് essays, short essays and even short notes വരെ ചോദിക്കാറുണ്ട്. So it is the most important topic. So about introduction, it is the main nerve of the hand and it is also known as musician's nerve because it controls fine movements of the fingers. And it arises from the medial cord of brachial plexus and the root value is from C7 to T1. The most two important points are where they are arising from the medial cord of brachial plexus and the root value is from C7 to T1. Then course പറയുവാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണേ. അത് നമ്മൾ എവിടെ നിന്ന് ഉണ്ടാവുന്നെന്ന് പറഞ്ഞേ ദേ ആർ അറൈസിങ് ഫ്രം ദ മീഡിയൽ കോഡ് ഓഫ് ബ്രേക്കിയൽ പ്ലെക്സസ്. അതിനുശേഷം അത് നമ്മുടെ ബ്രേക്കിയൽ ആർട്ടറിയുടെ മീഡിയൽ സൈഡിൽ കൂടെ താഴത്തേക്ക് റൺ ചെയ്യും. എവിടം വരെ? ഒരു ആമിൻ്റെ ഒരു മിഡിൽ പോർഷൻ വരെ, ഒരു ഓൾമോസ്റ്റ് അറ്റ് ദ ലെവൽ ഓഫ് ഇൻസെഷൻ ഓഫ് കൊറാക്കോ ബ്രേക്കലിസ്, അവിടം വരെയൊക്കെ ഇത് താഴത്തേക്ക് ഈ ബ്രേക്കിയൽ ആർട്ടറിയുടെ മിഡിൽ ആസ്പെക്റ്റിൽ കൂടെ താഴത്തേക്ക് റൺ ചെയ്യും. എന്നിട്ട് ഈ ഒരു കൊറാക്കോ ബ്രേക്കലിസിൻ്റെ ഒക്കെ ഇൻസെഷനിൻ്റെ ആ ഒരു ലെവലെത്തുമ്പോഴേക്കും മീഡിയലിൽ കിടക്കുന്ന മീഡിയൽ ഇൻട്രാ മസ്കുലർ സെപ്റ്റത്തിനെ അവർ PS ചെയ്തുകൊണ്ട് നമ്മുടെ ആമിൻ്റെ പോസ്റ്റീരിയർ കമ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയിട്ട് അത് താഴത്തേക്ക് പിന്നെ റൺ ചെയ്യും പോസ്റ്റീരിയർലി. ദെൻ നമ്മളൊരു എൽബോ ലെവലൊക്കെ നോക്കുവാണെങ്കിൽ ഈ മീഡിയൽ എപ്പിക്കോണ്ടൈലിൻ്റെ ബാക്കിൽ കൂടെ അൾനാർ നെർവ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിനുശേഷം ഒരു പോസ്റ്റീരിയർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ അൾനാർ നെർവിന് ആൻറ്റീരിയർലി വരണം. അതിന് വേണ്ടിയിട്ട് ഒരു മസിലിൻ്റെ രണ്ട് ഹെഡിൻ്റെ ഇടയിൽ കൂടെ അവർ പാസ് ചെയ്യും. ഏത് മസിലിൻ്റെ? പാസിങ് ബിറ്റ്വീൻ ദ ടു ഹെഡ്സ് ഓഫ് ഫ്ലെക്സർ കാർപ്പി അൾനാരിസ്. എന്നിട്ട് അവർ ഫോറാമിൻ്റെ ആൻറ്റീരിയർ ആസ്പെക്റ്റിലേക്ക് വരും. എന്നിട്ട് ഇപ്പോൾ ഫോറാമിൽ ആൻറ്റീരിയർ ആസ്പെക്റ്റിൽ എത്തിയിട്ട് താഴത്തേക്ക് അവർ പിന്നെയും റൺ ചെയ്യും. അത് മീഡിയലി ആയിട്ടായിരിക്കും, രണ്ട് മസിൽസിന് ഇടയ്ക്ക് കൂടി ആയിരിക്കും പോകുന്നത്. ഏതൊക്കെ മസിൽസ്? നമ്മുടെ FDPയും FDSും, ദാറ്റ് ഈസ് ഫ്ലെക്സർ ഡിജിറ്ററും പ്രൊപ്പൻഡസും ഫ്ലെക്സർ ഡിജിറ്ററും സൂപ്പർഫിഷ്യാലിസും. എന്നിട്ട് നമ്മുടെ ഫ്ലെക്സർ റെറ്റിനാക്കുളത്തിൻ്റെ മണ്ടേ കൂടി ആയിരിക്കും അവർ പാസ് ചെയ്യുന്നത്. അങ്ങനെ അവർ പാമിലെത്തും. ഈ പാമിലെത്തിയിട്ട് ഇവർ രണ്ട് ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യും, ഒരു സൂപ്പർഫിഷ്യലും ഒരു ഡീപ്പ് ബ്രാഞ്ചും. സോ നോക്കിക്കേ, കോഴ്സ് എങ്ങനെയായിരുന്നു? It forms from the medial cord of brachial plexus. After that it runs downwards on the medial side of brachial artery as far as the middle of the arm. Then at the insertion of coracobrachialis it pierces the medial intramuscular septum to enter the posterior compartment of the arm. Here we can see the level of insertion of coracobrachialis. So then at the elbow it passes behind the medial epicondyle, then it passes between the two heads of flexor carpi ulnaris and enter into the forearm anteriorly. Then it passes medially between FDP and FDS. Then at the wrist it passes above the flexor retinaculum and enters palm. In the palm it divides into superficial and a deep branch. This is all about the course of the ulnar nerve. Next about the branches. ആമിൽ അൾനാർ നെർവിന് ഒരു ബ്രാഞ്ചസും ഇല്ല. ഫോറാമിൽ there are muscular branches, cutaneous branches and articular branches. So about the muscular branches, it supplies only two muscles in the forearm. ഏതിനൊക്കെയാണ്? supplying flexor carpi ulnaris and medial half of flexor digitorum profundus. Then cutaneous branches, they are giving of two cutaneous branches. First one, palmar cutaneous branch. They arise in the middle of the forearm and they are supplying the skin over the hypothenar eminence. Okay, and the dorsal cutaneous branch, it arises 7.5 cm above the wrist and it supplies proximal parts of the medial 2.5 digits and the adjoining areas of the dorsum of the hand. So in this figure, ഈ പാമാർ ബ്രാഞ്ചും ഡോർസൽ ബ്രാഞ്ചും സപ്ലൈ ചെയ്യുന്ന ഏരിയസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പാമർ ബ്രാഞ്ച് സപ്ലൈങ് ദ സ്കിൻ ഓവർ ദ ഹൈപ്പോത്തിനർ എമിനൻസ് ആൻഡ് നമ്മുടെ ഡോർസൽ ബ്രാഞ്ച് ആണെങ്കിൽ നമ്മുടെ ഡോർസൽ ആസ്പെക്റ്റിൽ മീഡിയൽ 2.5 ഡിജിറ്റ്സിന് ഇൻക്ലൂഡിങ് ദ നെയിൽ ബഡ്സ് ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ് ഓഫ് ഡോർസം ഓഫ് ദ ഹാൻഡ് ഇത്രയത്തിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, then about the articular branches, it is supplying the wrist joint. Then about the branches in palm, ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. അൾനാർ നെർവിൻ്റെ ബ്രാഞ്ചസ് പാമിൽ എന്തൊക്കെ ബ്രാഞ്ചസ് സപ്ലൈ കൊടുക്കണു, അത് ആർക്കൊക്കെ സപ്ലൈ ചെയ്യുന്നു, ഇത് വേണമെങ്കിൽ തന്നെയായിട്ട് ഒരു ഷോർട്ട് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. സോ ഇൻ ദ പാം
it given of two branches, superficial and deep. So from the superficial terminal branches, it given of muscular branch and cutaneous branch. Muscular branch എന്ന് പറയുമ്പോൾ they are supplying palmaris brevis. Cutaneous branches എന്ന് പറയുമ്പോൾ they are giving of two palmar digits branches. And the two palmar digits branches are supplying the medial 1.5 fingers with their nail beds. So in this figure, നമ്മൾ നോക്കിയ ulnar nerve വരുന്നു. They are giving of a deep muscular branches. Then later giving of a proper digital branch that's supplying medial side of the fifth digits. Then it is giving a common digital branch, ഒരു common ആണ്. Then it again dividing into two, thereby supplying adjacent sides of the fourth and fifth digits. They are the cutaneous branches. Then about the deep terminal branch, it is given of muscular branches and articular branch. The muscular branches, they are supplying three muscles of hypothenar eminence. That is the muscles supplying flexor digiti minimi, abductor digiti minimi, and opponens digiti minimi. And also they are supplying the medial two lumbricals. So in this figure we can see four lumbricals. Adil medial aspect ulla the third and fourth lumbricals ne aare supply cheyidu nammade ulnar nerve supply cheynnu. And this third and fourth lumbricals are bipinnate. First and second one are unipinnate, third and fourth are bipinnate. Both the bipinnate lumbricals are supplied by the deep branch of ulnar nerve. And also it's supplying the 8 interossei, 4 palmar and 4 dorsal interossei. All of them are supplied by the ulnar nerve, the deep branch. And also it can supply adductor pollicis and occasionally supply deep head of flexor pollicis brevis. And they are also sending articular branches to wrist joint. So ഈ ഒരു ഫിഗർ നമ്മൾ വരയ്ക്കാൻ പഠിക്കണം. അപ്പോൾ ഈ ഫിഗറിൽ അൾനാർ നെർവിൻ്റെ ഡീപ്പ് ബ്രാഞ്ചിൻ്റെ എല്ലാ സപ്ലൈസും നമുക്ക് കാണാൻ പറ്റും. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ വേറെ എന്ത് പഠിച്ചില്ലെങ്കിലും കറക്റ്റായിട്ട് പഠിക്കേണ്ട ഒരു പോർഷനാണ് ഡീപ്പ് ടെർമിനൽ ബ്രാഞ്ച് ഓഫ് ദ അൾനാർ നെർവ്. അതും അതിൻ്റെ സപ്ലൈയും ഇൻക്ലൂഡിങ് അവരുടെ ആ ഫിഗർ. ഓക്കെ, സോ നമ്മൾ നോക്കാം. ഹിയർ നമ്മുടെ അൾനാർ നെർവ് വരുന്നു. ദേ ആർ സപ്ലൈയിങ് ഫ്ലെക്സർ digiti minimi, abductor digiti minimi, opponens digiti minimi. Then after that they are supplying the medial two lumbricals, all the interossei, and supplying the adductor pollicis, occasionally flexor pollicis brevis. So we have to study to draw this figure. Finally, about the clinical anatomy of this topic. അപ്പോൾ അൾനാർ നെർവിൻ്റെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ലൈഡ് അനാട്ടമിയാണ് നമ്മുടെ ക്ലോ ഹാൻഡ്. അപ്പോൾ ക്ലോ ഹാൻഡ് occurs when this nerve get injured behind the elbow or at the level of the wrist. So we can see claw hands. In claw hand, there will be hyperextension of the metacarpophalangeal joints of ring and little fingers and flexion of the interphalangeal joints. That is because due to the paralysis of the interossei and lumbricals and the unopposed actions of extensors and FDP. In this figure also, അത് തന്നെ കാണിക്കുന്നത് at the level of elbowയിലാണ് ഇപ്പോൾ അൾനാർ നെർവ് ഇഞ്ചേർഡ് ആവുന്നതെങ്കിൽ വി ക്യാൻ സി അട്രോപ്പി ഓഫ് അൾനാർ സൈഡ് ഓഫ് ഫോറാം. ബിക്കോസ് ഈ ഫോറാമിൻ്റെ അൾനാർ സൈഡ് സപ്ലൈഡ് ബൈ ദ അൾനാർ നെർവ് ആയിരിക്കും. ദ സപ്ലൈയിങ് ദ ടു മസിൽസ് ഫ്ലെക്സർ കാർപ്പി അൾനാരിസ് ആൻഡ് medial side of flexor digitorum profundus. So അതുകൊണ്ട് we can see atrophy of the ulnar side of forearm when the ulnar nerve get injured at the level of elbow, and there will be flexion of the wrist with the abduction. Claw hand will be present. Wasting of hypothenar eminence also present because they are also supplying the muscles of hypothenar eminence. Then if that nerve is get injured at the level of wrist, claw hand, and also wasting a hypothenar eminence can be seen. Then about the sensory loss. ഇപ്പം at the level of elbowയിലാണ് അൾനാർ നെർവ് ഇഞ്ചേർഡ് ആയിട്ടുള്ളതെങ്കിൽ എല്ലാ സെൻസേഷൻസും the three cutaneous നമ്മുടെ പാമാർ ക്യൂട്ടിനസ് ബ്രാഞ്ച്, ഡോർസൽ ക്യൂട്ടിനസ് ബ്രാഞ്ച് ആൻഡ് സൂപ്പർഫിഷ്യൽ ടെർമിനൽ ബ്രാഞ്ച് 3 പേര് കൊടുക്കുന്ന ആ ഒരു സപ്ലൈ നഷ്ടപ്പെടും. അപ്പോൾ ഈ റീജിയൻസിലൊക്കെ സെൻസേഷൻസ് ലോസ് ആകും. ബട്ട്
ഈ അൾനർ നെർവ് ഇഞ്ചോർഡ് ആയത് അറ്റ് ദ ലെവൽ ഓഫ് റിസ്റ്റിലാണെങ്കിൽ സൂപ്പർഫിഷ്യൽ ടെർമിനൽ ബ്രാഞ്ച് സപ്ലൈ ചെയ്യുന്ന ഏരിയ മാത്രമേ സെൻസറി ലോസ് ഉണ്ടാവത്തുള്ളൂ. ബാക്കി നമ്മുടെ പാമർ ക്യൂട്ടിനസ് ബ്രാഞ്ചും ഡോർസൽ ക്യൂട്ടിനസ് ബ്രാഞ്ചും സപ്ലൈ ചെയ്യുന്ന ഏരിയസിൽ അവിടെ നിന്ന് സെൻസറി ലോസ് ഉണ്ടാവത്തില്ല. കാരണം എന്താ? കാരണം ഈ രണ്ട് ബ്രാഞ്ചസും എറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ് നമ്മൾ പഠിച്ചു. കാരണം റിസ്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പാണ് ഈ രണ്ട് ബ്രാഞ്ചസും എറൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് റിസ്റ്റിൽ വെച്ചിട്ട് അൾനർ നെർവ് ഇഞ്ചോർഡ് ആയെന്ന് വെച്ച് എന്നതുകൊണ്ട് ഈ ഏരിയാസിലൊന്നും, ഈ രണ്ട് ബ്രാഞ്ചസ് സപ്ലൈ ചെയ്യുന്ന ഏരിയാസിലൊന്നും സെൻസറി ലോസ് ഉണ്ടാവത്തില്ല.